ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നേടാനായിട്ട് കഴിയുന്ന ഒരു വ്യക്തിയായി തീരാനുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള ടെക്നിക്കുകളിൽ ഒന്നാണ് അഫർമേഷൻ. നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താണോ അതിൽ നമുക്ക് ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത് ആരോഗ്യത്തിലായാലും ശരി, സാമ്പത്തികം, ജോലിയിൽ, ബിസിനസ്സിൽ, റിലേഷൻഷിപ്പിൽ, അങ്ങനെ ഏതൊരു കാര്യത്തിലും മാറ്റം വരുത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് എവിടെയാണോ മാറ്റം വരുത്തേണ്ടത് അതിന് വേണ്ട അഫർമേഷൻ നിങ്ങൾക്ക് തന്നെ എഴുതി തയ്യാറാക്കാവുന്നതാണ്. എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നെഗറ്റീവ് വേർഡ്സ് ഒന്നും തന്നെ വരാനായിട്ട് പാടില്ല. നിങ്ങളുടെ ആഗ്രഹം പോസിറ്റീവായിട്ട് വേണം എഴുതാനായിട്ട്. അതായത് അത് ഓൾറെഡി നടന്നു കഴിഞ്ഞതായിട്ട് വേണം എഴുതാനായിട്ട്. അതായത് പ്രസന്റ് ടെൻസിൽ വേണം എഴുതാനായിട്ട്. ഇനി ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഒരു ജോലിയാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ എഴുതുക: എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ജോലി എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. അപ്പോൾ ആ ജോലി എന്താണ് എന്നുള്ളത് അവിടെ എഴുതുക. ഇനി നിങ്ങൾക്കൊരു വീടാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ആഗ്രഹിച്ചതുപോലൊരു വീട് എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചു എന്ന് എഴുതി വെക്കുക. ഇനി എഴുതി വെച്ചിട്ടുള്ള അഫർമേഷൻ നിങ്ങൾ രാവിലെ ഉണർന്നാലുടനെയും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് അഫർമേഷൻ നിങ്ങൾ കേൾക്കുന്ന രീതിയിൽ പറയുക. ഇത് വെറുതെ പറഞ്ഞാൽ പോരാ, അത് പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് വേണം പറയാനായിട്ട്. അതായത് വളരെ ഫീലോടുകൂടി വേണം പറയാനായിട്ട്. ഉദാഹരണം, ഞാൻ സമാധാനമുള്ള വ്യക്തിയാണെന്ന് പറയുമ്പോൾ ആ സമാധാനം നിങ്ങളുടെ മനസ്സിൽ ശരിക്കും അനുഭവിക്കാനായിട്ട് സാധിക്കണം. ഇനി അഫർമേഷൻ പറയുമ്പോൾ നമ്മുടെ ശരീരത്തെ കൂടി അതിൽ പങ്കെടുപ്പിക്കുന്നത് വളരെ പ്രയോജനപ്രദമായിരിക്കും. നമ്മുടെ ശരീരവും മനസ്സും പൂർണ്ണമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ, അതായത് നമ്മൾ അഫർമേഷൻ പറയുമ്പോൾ നമ്മുടെ ശരീരഭാഷയും വികാരങ്ങളും അതിനോട് യോജിച്ചു പോയാൽ മാത്രമാണ് ഉപബോധ മനസ്സ് അത് സത്യമാണെന്ന് വിശ്വസിക്കുകയുള്ളൂ. ഇനി നിങ്ങളുടെ കൈപ്പത്തി ചുരുട്ടി പിടിച്ച്, അതായത് മുഷ്ടി ചുരുട്ടി ഉറപ്പിക്കുക. എന്നിട്ട് അഫർമേഷൻ പറയുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഐ ആം ഹെൽത്തി, ഐ ആം വെൽത്തി, ഐ ആം സക്സസ്ഫുൾ. ഇതുപോലെ നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള അഫർമേഷൻ ഈ ഒരു രീതിയിൽ പറയാവുന്നതാണ്. ഇവിടെ നമ്മുടെ ശരീരവും മനസ്സും ഒന്നായിട്ട് പ്രവർത്തിക്കുമ്പോൾ പെട്ടെന്ന് മാറ്റം ഉണ്ടാകും. വെറുതെ പറയുന്നതിനേക്കാളും വേഗത്തിൽ ശരീരം കൂടി പങ്കാളിയാവുമ്പോൾ തലച്ചോറിലെ ന്യൂറൽ കണക്ഷനുകൾ മാറും. ഇനി നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് വളരെ കോൺഫിഡൻസോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് ഫീലോടുകൂടി അഫർമേഷൻ പറയാം. ഇവിടെ അഫർമേഷൻ വെറുതെ പറയാതെ നിങ്ങളുടെ ശരീരത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ ഒരു വിത്താണെങ്കിൽ നിങ്ങളുടെ ശരീരഭാവം അതിനുള്ളൊരു മണ്ണാണ്, മനസ്സിൻ്റെ വികാരങ്ങൾ അതിനുള്ളൊരു വെള്ളവുമാണ്. ഇവയെല്ലാം ചേരുമ്പോൾ മാത്രമാണ് പോസിറ്റീവ് ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫലം തരികയുള്ളൂ. ഇനി നമ്മൾ ദിവസവും പറയുന്ന പോസിറ്റീവ് അഫർമേഷൻ വെറുമൊരു ആശ്വാസവാക്കല്ല. ഇതിന് പിന്നിൽ ശക്തമായിട്ടുള്ള ശാസ്ത്രീയ അടിത്തറയുണ്ട്. നമ്മുടെ ചിന്തകൾക്ക് ബ്രെയിനിൻ്റെ ഘടനയെ പോലും മാറ്റാനായിട്ട് കഴിയും. ശാസ്ത്രലോകം ഇതിനെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ബ്രെയിനിന് പുതിയ ന്യൂറൽ കണക്ഷനുകൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഒരു ശീലം ആവർത്തിക്കുമ്പോൾ ന്യൂറോണുകൾ ഒരുമിച്ച് അവിടെ ഫയറാകും. ആ പാത ശക്തമാകും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പുല്ലൊക്കെ വളർന്നു നിൽക്കുന്ന ഒരു സ്ഥലത്ത് കൂടി നമ്മൾ ഒരു പ്രാവശ്യം നടക്കുമ്പോൾ അതിൻ്റെ പുല്ലൊക്കെ മാറ്റിയാണ് നടക്കുന്നത്. അതേ സമയത്ത് ആ ഒരു വഴിയിലൂടെ നിരന്തരം നടക്കുമ്പോൾ അവിടെ ഒരു സ്ഥിരമായിട്ടുള്ള വഴി ഉണ്ടാകുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു സ്ഥിരമായിട്ടുള്ള പാത രൂപപ്പെടുന്നത് പോലെ നമ്മുടെ ബ്രെയിനിൽ ആ പാത ശക്തമാകും. പാത അവിടെ ഉണ്ടാകുന്നത് പോലെ നമ്മൾ എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ നമ്മുടെ ബ്രെയിനിൽ നെഗറ്റീവ് ചിന്തകളുടെ പാത ശക്തമാകും. എന്നാൽ ദിവസവും പോസിറ്റീവ് അഫർമേഷൻ പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ പോസിറ്റീവ് ചിന്തകൾക്കായിട്ട് പുതിയ ന്യൂറൽ കണക്ഷനുകൾ രൂപപ്പെടുന്നുണ്ട്. ഇത് സ്ഥിരമായി ചെയ്യുമ്പോൾ പഴയ നെഗറ്റീവ് വഴികൾ ഇല്ലാതാവുകയും പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നത് നിങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള ശീലമായിട്ട് മാറുകയും ചെയ്യും. ഇനി അഫർമേഷൻ പറയുമ്പോൾ 1-2 ദിവസം പറഞ്ഞാൽ പോരാ, അതായത് നമ്മുടെ ബ്രെയിനിൽ മാറ്റം ഉണ്ടാകില്ല. സ്ഥിരമായിട്ട് ദിവസം ആവർത്തിക്കുക. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസം രൂപപ്പെടും. ആ വിശ്വാസം ദൃഢമാകുമ്പോൾ ആ കാര്യം നടക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അഫർമേഷൻ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളതും അതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നുള്ളതും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.